എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 19 നവംബർ ചൊവ്വാഴ്ച. ക്രൂസ് പ്രകാരം മാർക്കറ്റ് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തരാനാണ് സാധ്യത. 100 പോയിൻറ്റ് വരെയുള്ള ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇന്നലെ ഈ അടുത്തുള്ള പതിവ് പോലെ തന്നെ ഫോളായിരുന്നു മാർക്കറ്റിൽ, പക്ഷേ ഒരല്പം ലൈറ്റർ ഫാളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഏഷ്യ പസഫിക് മാർക്കറ്റിൻ്റെ പോസിറ്റിവിറ്റിയാണ് ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയിലും ഒരു ഗ്യാപ്പ് അപ്പിനുള്ള ചാൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 23,538-ലാണ്. ഇതിൻ്റെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 1,403 കോടിക്കാണ് സെൽ ചെയ്തിരിക്കുന്നത്. താരതമ്യേന ചെറിയൊരു സംഖ്യയാണ് അതെന്ന് കാണാം. അതിലൊരു സമാധാനം നമുക്ക് മാർക്കറ്റിലും കാണാൻ സാധിക്കും. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 2,330 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തിരിക്കുന്നത്. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം വന്ന റിസൾട്ടാണ് വാരി എനർജീസിൻ്റെ. വാരി എനർജീസിൻ്റെ റിസൾട്ട് വളരെ എക്സൈറ്റിംഗ് ഒന്നും അല്ലെങ്കിലും റവന്യൂ 1% അപ്പാണ് 3,754 കോടി രൂപ. EBITDA 1.5% അപ്പാണ് 524 കോടി രൂപ. മാർജിൻ 14.7%. മാർജിൻ കൂടിയിട്ടുണ്ടെന്ന് കാണാം. നെറ്റ് പ്രോഫിറ്റ് 17% അപ്പാണ് 375.6 കോടി രൂപ. അടുത്തായി പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന കമ്പനി അതിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയായ PG ടെക്നോപ്ലാസ്റ്റ് എന്ന കമ്പനിയിലൂടെ ഇലക്ട്രിക് വെഹിക്കിൾ അസംബ്ലിയിലും ലിഥിയം അയോൺ ബാറ്ററി അസംബ്ലിയിലും എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത GMR എയർപോർട്ട്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഈ കമ്പനിയുടെ പാസഞ്ചർ ട്രാഫിക് ഇയർ ഓൺ ഇയറിൽ 9% വളർന്നു എന്നൊരു വാർത്തയുണ്ട്. അടുത്ത ശില്പ മെഡിക്കെയർ എന്ന കമ്പനിയാണ്. ഈ കമ്പനിക്ക് യൂറോപ്യൻ ഡയറക്ടറേറ്റ് ഫോർ ക്വാളിറ്റി മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയറിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് സ്യൂട്ടബിലിറ്റി ലഭിച്ചിട്ടുണ്ട്. അടുത്ത ONGC ആണ്. ONGCയുടെ കീഴിലും NTPCയുടെ കീഴിലും വരുന്ന ONGC NTPC ഗ്രീൻ എന്ന കമ്പനി ഒരു 50:50 ജോയിൻറ്റ് വെഞ്ചർ ആയിരിക്കും. ഗ്രീൻഫീൽഡ് ഡെവലപ്മെൻറ്റിലൂടെയും അക്വിസിഷനിലൂടെയും റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യാനാണ് ഈ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. അടുത്തത് ITI ആണ്. ITIക്ക് 95 കോടിയുടെ കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് ജിയോളജിയിൽ നിന്നാണ് ഈ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. അടുത്ത IPO ഓഫറിംഗിലോട്ട് കിടക്കാം. IPO ഓഫറിംഗിൽ ഇപ്പോൾ ലൈവിലുള്ളത് സിങ്ക ലോജിസ്റ്റിക് സൊല്യൂഷൻസ് ആണ്. ഇത് ഡേ 3ൽ 1.86 ടൈംസാണ് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. വീക്ക് സബ്സ്ക്രിപ്ഷൻ ആണെന്ന് കാണാം. ലിസ്റ്റിംഗ് ഗെയിൻ ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അടുത്തത് ഇന്ന് പുതിയതായിട്ട് ലിസ്റ്റിങ്ങിൽ വരുന്ന NTPC ഗ്രീൻ എന്ന കമ്പനിയാണ്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 102 to 108 പെർ ഷെയറാണ്. 10,000 കോടിയുടെ IPO ആണ്. ഈ കമ്പനി പൂർണ്ണമായ ഒരു ഫ്രഷ് ഇഷ്യൂ ആണ്. ഈ കമ്പനിയുടെ IPOയിൽ നമുക്കും വലിയ ലിസ്റ്റിംഗ് ഗെയിൻ തീരെ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോഴും ലിസ്റ്റിംഗ് പ്രൈസിൽ തന്നെയാണ്. ലിസ്റ്റിംഗ് പ്രൈസല്ല, ഇഷ്യൂ പ്രൈസിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലിസ്റ്റിംഗ് ഗെയിൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അടുത്ത F&O ന്യൂസ് നോക്കുമ്പോൾ നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് 0.38% ഡൗൺ ആയി 23,513 ഇത് 60 പോയിൻറ്റ് പ്രീമിയത്തിലാണുള്ളത്. നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 1% ഡൗൺ ആണ്. നിഫ്റ്റി ഓപ്പൺ ഇൻട്രസ്റ്റ് നവംബർ 21 എക്സ്പയറി ഉള്ളതിൻ്റെ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000, മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 21,800. മാർക്കറ്റിൽ നെഗറ്റിവിറ്റി തുടരുന്നുണ്ടെങ്കിലും പല കമ്പനികളുടെയും ഫണ്ടമെൻറ്റൽസിൽ ഒരു വ്യത്യാസവും വരാത്തതുകൊണ്ട് നല്ല കമ്പനികളാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ വിറ്റ് ഒഴിവാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സാഹചര്യങ്ങളിലെല്ലാം അനുകൂലമാകുന്ന സമയത്ത് അത് തിരിച്ച് കയറിക്കോളും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.